ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചതയം നക്ഷത്രക്കാരിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരൻ വക്രത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്നതും ഈ ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപത്യമുള്ളതുകൊണ്ടും ഈ സമയത്ത് അഷ്ടമഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും എല്ലാം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ശ്രദ്ധയും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലായിട്ടും വേണ്ടുന്ന സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ. പ്രത്യേകിച്ച് ഭക്ഷണകാര്യങ്ങളിലായാൽ പോലും ഒരു അടുക്കും ചിട്ടയും വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ. കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം 20-ാം തീയതി മുതൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം 20-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും തളർച്ച കൂടാതെ ബുദ്ധിബലത്തെ കൊണ്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ 20-ാം തീയതിക്ക് ശേഷമുള്ളതായ സമയത്ത്. മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ അഷ്ടമഭാവസ്ഥിതി മൂലം പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ഒക്ടോബർ മാസം 10-ാം തീയതിക്ക് ശേഷം വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ 10-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. വിശേഷിച്ച് കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബപരമായും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ട് വളരെയധികം ശ്രേയസ് അനുഭവിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. ചതയം നക്ഷത്രക്കാർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നത് വളരെ ഐശ്വര്യമായിട്ട്